എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ഫിസിക്സിന്റെ മൊഡ്യൂൾ 3. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിലബസിലെ അവസാനം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യമേ തന്നെ ഇക്വേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷന്റെ ഇക്വേഷൻസ്, നമ്മുടെ ലീനിയർ മോഷന്റെ ഇക്വേഷൻസ് നമുക്കറിയാം, അവിടുന്ന് ഡയറക്റ്റ്ലി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്കറിയാം അല്ലേ. അപ്പോൾ നേരെ റൊട്ടേഷണൽ മോഷനിലേക്ക് മാറുമ്പോൾ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി ആവും. ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് ആവും. ആക്സലറേഷൻ ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ആവും. ടൈമിന് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, രണ്ടാമത്തത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് ആംഗുലാറിലേക്ക് മാറ്റുമ്പോൾ എസ് ഓർത്തോണേ, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് തീറ്റ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് തീറ്റ. സോ തീറ്റ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ഒമേഗ നോട്ട് ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഇൻറ്റു ടൈം ടി സ്ക്വയർ അല്ലെ. അതാണെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ എക്സാമിന് പ്രാവശ്യം വന്നിട്ടുണ്ട്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് ഇക്വേഷൻ. ദറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഒമേഗ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ നോട്ട് സ്ക്വയർ 2 ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. എക്സാമിന് വന്ന ചോദ്യം ഒമേഗയും ഒമേഗ നോട്ടും ആൽഫയും തന്നിട്ട് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള തീറ്റ കണ്ടുപിടിക്കാനാണ് ഒരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നത്. ജസ്റ്റ് ഇവിടുന്ന് അതിനുള്ള ഫോർമുലയും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൽഫ തീറ്റ. ഫ്രം ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. സോ നെക്സ്റ്റ് അടുത്ത നോക്കാം. തീറ്റയ്ക്ക് ഡയറക്റ്റ്ലി ഒരു ഫോർമുല ഉണ്ട്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഒമേഗയും ഒമേഗ നോട്ടും ആൽഫയും തന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് ടൈം ഉണ്ടാവില്ല. ടൈം തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. ടൈം ഇല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റിയും ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിയും ആക്സലറേഷനും തന്നിട്ടാണെങ്കിൽ, ആംഗുലാർ ആക്സലറേഷനും തന്നിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ ഗോ വിത്ത് ദ ഫോർമുല ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു പ്രോബ്ലം ആണ് മുമ്പ് ചോദിച്ചത്. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡെയിലി റിവിഷൻ സീരീസിൽ നോക്കാം. നെക്സ്റ്റ് മൊമെന്റ് ബാർ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. സോ അവിടെ എന്താണ് ലിവർ എന്ന് പറയുന്നത്? ലിവർ എന്ന് പറയുന്നത് സിസ്റ്റം ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റമാണ് ലിവർ എന്ന് പറയുന്നത്. ഇവരൊക്കെ നമ്മൾ എന്താണ് ഫൽക്രം എന്ന് പറയുന്നത്, എന്താണ് ലിവർ എന്ന് പറയുന്നത്, എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ്, എന്താണ് എഫേർട്ട് ആം, എന്താണ് ലോഡ് ആം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നമ്മുടെ സീസോ ഒക്കെ ഇല്ലേ, നമ്മൾ ഓരോ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലേ, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്നത്. അത് ഇക്വിലിബ്രിയത്തിലാവുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ദ സം ഓഫ് മൊമെന്റ്സ് മസ്റ്റ് ബി 0. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് 0 ആവേണ്ടത്? സം ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. ഓക്കെ, അതായത് ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് വരുന്നത്. D1 എന്നുള്ളതാണ് നമ്മുടെ എഫേർട്ട് ആം. ഇവിടെയാണ് ലോഡ് വരുന്നത്. D2 എന്ന് പറയുന്നതാണ് നമ്മുടെ ലോഡ് ആം എന്ന് പറയുന്നത്. ലോഡ് ആം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അനുസരിച്ച് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് നമ്മൾ നേരത്തെ ഒരു MCQ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിൽ കോമൺ ബാലൻസിംഗ് എന്നൊരു MCQ, അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ആൻസർ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. Then എന്താണ് പ്രിൻസിപ്പിൾ ഓഫ്, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് വി ക്യാൻ സേ ദാറ്റ് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നത്
എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. ലോഡ് ഇൻറ്റു ലോഡ് ആം. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ബേസിക് ഫോർമുല എന്ന് നമ്മൾ വിളിക്കും. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നതാണ് എന്ത്? ലോഡ് ഇൻറ്റു ലോഡ് ആം. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, effort into effort arm is equal to load into load arm. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അത് എക്സാമിന് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും റേഷ്യോ ആണ്. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ ലോഡ് ബൈ എഫേർട്ട് എന്ത് വരും? ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആം. ശരിയല്ലേ? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. So mechanical advantage is equal to effort arm divided by load arm. ഓർത്ത് വെച്ചോളൂ. It's very very important. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം ആണ് എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്നുള്ള ഒരു അടിസ്ഥാന ധാരണ കിട്ടിയല്ലോ. നെക്സ്റ്റ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ബോഡി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും സെയിം ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അനുസരിച്ച് ഒരു ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലോക്ക് വൈസ് മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് ഓർത്ത് വെച്ചോണേ. സോ നെക്സ്റ്റ് എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് തിയറംസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും ഉണ്ട്, പാരലൽ ആക്സിസ് തിയറവും ഉണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലാനാർ ലാമിന എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ is equal to the sum of its moments of inertia about two perpendicular axis concurrent with the perpendicular axis and lying in the plane of the body. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും എടുക്കാം. അവിടെ ഈ പറയുന്ന പ്രത്യേകതകളൊക്കെ അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇസഡ് ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇനി വായിച്ച് നോക്കിക്കേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി പ്ലാനാർ ലാമിന എബൌട്ട് ആൻ ആക്സിസ്, അത് നമ്മൾ ഇസഡ് ആക്സിസ് ആയിട്ട് എടുത്തു. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ഇനർഷ്യ എബൌട്ട് ടു പെർപെൻഡിക്കുലർ ആക്സിസ്. അവിടെ നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. കാരണം എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ്? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ശരിയല്ലേടോ? പ്രശ്നമില്ലല്ലോ. ഐ ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. ദെൻ കൺകറന്റ് വിത്ത് ദി പെർപെൻഡിക്കുലർ ആക്സിസ് ആൻഡ് ലൈങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ബോഡി. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ എന്താണ്? കാരണം ഈ എടുക്കുന്ന രണ്ട് ആക്സിസ് കൺകറന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ എടുക്കുന്ന രണ്ട് ആക്സിസ് ആദ്യം കൺസിഡർ ചെയ്യുന്ന ആക്സിസിനും കൂടെ പെർപെൻഡിക്കുലർ ആവണം, അല്ലേ? സോ എക്സും വൈ ഇസഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഈ തിയറത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നെക്സ്റ്റ് പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറം ഓഫ് പാരലൽ ആക്സിസ് നോക്കിക്കേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു, അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി എബൌട്ട് എ പാരലൽ ആക്സിസ്, അതായത് ആ ബോഡിക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ്. നിങ്ങളുടെ ഒരു ബോഡി ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്.
സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന പാരലൽ ആയിട്ടുള്ള ആക്സിസ്. എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആണ്, ദാറ്റ് ഈസ് ICM. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി മാസ് എന്ന് പറയുന്നത് നമുക്ക് M ആയിട്ട് എടുക്കാം. ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ആക്സിസ്, ആ ഡിസ്റ്റൻസ് നമുക്ക് D ആയിട്ട് എടുക്കാം. സോ MD സ്ക്വയർ. സോ ഈ തിയറത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാരലൽ ആക്സിസ് തിയറം. I is equal to ICM plus MD square. I is equal to moment of inertia about center of mass plus mass into distance between the parallel axis. I is equal to ICM plus MD square. ഇതനുസരിച്ച് എന്താ പറയുക, ഒരു ഡിസ്കിന്റെ, ഹോളോസ്ഫിയറിന്റെ, സ്ഫിയറിന്റെ അതിൻ്റെയൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫൈനൽ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കണം, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സം റെഗുലർ ബോഡീസ്, ചില റെഗുലർ ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയോളൂ. നെയിം ഓഫ് ബോഡി, ഫസ്റ്റ് വൺ സർക്കുലർ ഡിസ്ക്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബൌട്ട് ഡയമീറ്റർ ആണ്. എബൌട്ട് ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ I is equal to mr square by 4 ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ. രണ്ടാമത്തെ നോക്കിയോളൂ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു പ്രാവശ്യം ഒരു എക്സാമിന് കണ്ട ചോദ്യമാണ്. എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഡിസ്ക് mr square by 2. കൂടുതലും സർക്കുലർ ഡിസ്കിന്റെ കേസിൽ കൂടുതലും ചോദിക്കുന്നത് എന്താണ്? എബൌട്ട് ആൻ ആക്സിസ് ആണ് ചോദിക്കുക. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി എബൌട്ട് എനി ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ ആണെങ്കിൽ 5 mr square by 4. മൂന്ന് ഓർത്ത് വെച്ചോണേ. ഇനി സോളിഡ് സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ ജോമെട്രിക്കൽ ആക്സിസ് ആണെങ്കിൽ mr square by 2. ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആണെങ്കിൽ ml square by 12 plus mr square by 4. നെക്സ്റ്റ് ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എബൌട്ട് ജോമെട്രിക്കൽ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു m ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ. എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആണെങ്കിൽ m by 4 ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് ml സ്ക്വയർ by 12. ഹോളോസ്ഫിയർ എബൌട്ട് ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 2m by 5 ഇൻറ്റു r2 റൈസ് ടു 5 മൈനസ് r1 റൈസ് ടു 5 by, അത് എക്സ്റ്റേണൽ റേഡിയസും ഇന്റേണൽ റേഡിയസും ആണ് കേട്ടോ r2 r1 ഉദ്ദേശിക്കുന്നത്. r2 ക്യൂബ് മൈനസ് r1 ക്യൂബ്. എബൌട്ട് ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ 2 by 5 m ഇൻറ്റു r2 സ്ക്വയർ r2 റൈസ് ടു 5 മൈനസ് r1 റൈസ് ടു 5 by r2 ക്യൂബ് മൈനസ് r1 ക്യൂബ് പ്ലസ് mr2 സ്ക്വയർ. ചോദിക്കാൻ സാധ്യത കുറവാണ്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് സിലിണ്ടറും സ്ഫിയറും ആണ് സ്ഥിരമായിട്ട് ചോദിക്കുക. സ്ഫിയറിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഫിയറിന്റെ എബൌട്ട് ഡയമീറ്റർ 2 by 5 mr സ്ക്വയർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ. ഹോളോസ്ഫിയർ ഫോർമുല ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ അധികം ചോദിക്കാറില്ല. സോളിഡ് സ്ഫിയർ ആണ് ചോദിക്കാറുള്ളത്. സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 by 5 mr സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ എബൌട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 by 5 mr സ്ക്വയർ ആണ്. എബൌട്ട് ടാൻജന്റ് ഓർത്ത് വെച്ചോളൂ, 7 by 5 mr സ്ക്വയർ. ഓക്കെ. തിൻ റോഡ് ആണെങ്കിൽ ml സ്ക്വയർ by 12. എൻ പോയിന്റ് ഓഫ് ദ റോഡ് ആണെങ്കിൽ ml സ്ക്വയർ by 3. L ലെങ്ത് ഓഫ് ദ റോഡ് ആണ്. അപ്പം ഇത്രയായല്ലോ 6. അടുത്ത നോക്കിയോളൂ. തിൻ സർക്കുലർ റിംഗ്, ഡയമീറ്റർ ആണെങ്കിൽ mr സ്ക്വയർ by 2. ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ റിംഗ് ആണെങ്കിൽ mr സ്ക്വയർ. ടാൻജന്റ് ആണെങ്കിൽ mr സ്ക്വയർ by 2. 3 mr സ്ക്വയർ by 2. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിനകത്ത് ഞാൻ ഈ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. സർക്കുലർ ഡിസ്കിന്റെ ഡയമീറ്റർ mr സ്ക്വയർ by 4. ടാൻജന്റും കൂടെ നോക്കിയോളൂ, 5 mr സ്ക്വയർ by 4. നെക്സ്റ്റ് ആക്സിസ് mr സ്ക്വയർ by 2. സർക്കുലർ ഡിസ്കിന്റെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ സോളിഡ് സ്ഫിയറിൻ്റെത് ഡയമീറ്റർ 2 mr സ്ക്വയർ by 5. ടാൻജന്റിൽ വരുമ്പോൾ എന്താണ്? 7 mr സ്ക്വയർ by 5. ഓക്കെ അല്ലേ? സോ അടുത്ത നോക്കിയോളൂ. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപ് മറ്റുള്ള മോഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം എന്താണ് പീരിയോഡിക് മോഷൻ, നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്? നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ പീരിയോഡിക് മോഷൻ. റിപ്പീറ്റ് ചെയ്യാത്ത മോഷൻ, നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മോഷനാണ് നോൺ പീരിയോഡിക് മോഷൻ.
എക്സാമ്പിൾ എന്താണ്? റെക്റ്റിലീനിയർ മോഷൻ, പ്രൊജക്റ്റൈലിന് ഇങ്ങനെ ഒരു പരാബോളിക് പാത്താണ് പ്രൊജക്റ്റൈൽ ഉണ്ടാവും. ഇതൊക്കെ നോൺ റെക്റ്റിലീനിയർ എന്ന് പറഞ്ഞാൽ നേരെ പോകും. ഇതൊക്കെ എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് മോഷൻസ് ആണ്. നെക്സ്റ്റ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ടോ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ടോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ് ഓഫ് എഫ്. പീരീഡ് ഓഫ് എഫ്. സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ടോനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് എഫ്. അപ്പോൾ അതാണ് പീരീഡ് ഓഫ് എ ഫംഗ്ഷൻ. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്നുള്ള പേരിട്ട് വിളിക്കും. അതായത് ഒരു ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ മോഷൻസ്, ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഉദാഹരണം യൂണിഫോം സർക്കുലർ മോഷൻ. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സർക്കുലർ പാത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ അത് റിപ്പീറ്റ് ആവും. നെക്സ്റ്റ് ഓർബിറ്റൽ മോഷൻ ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സിന്റെ ഓർബിറ്റൽ മോഷനൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. ഉദാഹരണം എന്താണ്? സിമ്പിൾ പെൻഡുലത്തിന്റെ വൈബ്രേഷൻ പീരിയോഡിക് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? പീരിയോഡിക് മോഷൻ. പീരിയോഡിക് ടു ആൻഡ് ഫ്രോ മോഷൻ, ദാറ്റ് ഈസ് ഓസിലേറ്ററി മോഷൻ. മോഷൻ ഓഫ് എ ക്രാഡിൽ, മോഷൻ ഓഫ് എ സ്വിങ്, ഊഞ്ഞാലിന്റെ ആട്ടം, മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ വാൾ ക്ലോക്ക്, ഭിത്തിയിലുള്ള വാൾ ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നത്, അത് ഫിക്സഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന, ദാറ്റ് ഈസ് പീരിയോഡിക് ആയ ടു ആൻഡ് ഫ്രോ മോഷൻ, മുന്നിലേക്കും പിന്നിലേക്കും ഉള്ള മോഷൻ. ഓക്കെ, ഏതൊരു ഓസിലേറ്ററി മോഷൻ എടുത്താലും അതെന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും എന്താവണമെന്നില്ല, ഓസിലേറ്ററി ആവണം നിർബന്ധമില്ല. Oscillatory motions are always periodic motions because it is periodic to and fro motion. But all എന്താണ് പീരിയോഡിക് മോഷൻസ് എന്താവണം നിർബന്ധമില്ല, ഓസിലേറ്ററി മോഷൻ ആവണം എന്ന് നിർബന്ധമില്ല. ഉദാഹരണം എന്താണ്? യൂണിഫോം സർക്കുലർ പാത്തിലുള്ള മോഷൻ, അത് പീരിയോഡിക് ആണ്, പക്ഷെ എന്തല്ല? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല, അതായത് ഓസിലേറ്ററി അല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ് എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓർ വൺ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഒരു പൂർണ്ണമായ ഓസിലേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. പീരീഡിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് പീരീഡിന്റെ SI യൂണിറ്റ്. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ന്യൂ ഓഫ് എ പീരിയോഡിക് ഓർ ഓസിലേറ്ററി മോഷൻ ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഓസിലേഷൻ ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് കൂടിയാണ്, അതും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്. F ഈസ് ഈക്വൽ ടു 1/T ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഒരു ഹെർട്സ് എന്ന് പറയുന്നത് 1 ഓസിലേഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു ഹെർട്സ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് റൈസ് ടു -1 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM എന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിള് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ when it vibrates periodically in such a way that force acting on it is directly proportional to the displacement. അതായത് ആ പാർട്ടിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുകയും ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ഫിക്സഡ് പാത്ത് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഫിക്സഡ് പോയിന്റ്. അതായത് ആ ഫോഴ്സ് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. F ഈസ് ഈക്വൽ ടു -x. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊടുത്താൽ F ഈസ് ഈക്വൽ ടു -kx. കെനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ SHM, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആംഗുലർ SHM, ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലീനിയർ then it is called linear simple harmonic motion. If the displacement is angular then it is called angular simple harmonic motion. Okay, so differential equation of a simple harmonic motion important ആണ്, നോക്കി വെച്ചോണം കേട്ടോ.
So what is the differential equation of a simple harmonic motion? F is equal to minus kx ആണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റിയുടെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്സലറേഷൻ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷന് പകരം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മാസ് ഇൻറ്റു ആക്സലറേഷന് പകരം ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഈ മൈനസ് കെ എക്സും കൂടെ ഇപ്പുറത്തേക്ക് എടുത്താൽ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ത്രൂ ഔട്ട് എം കൊണ്ട് കട്ട് ചെയ്താൽ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. This k by m is a constant and that is square of angular velocity. K by m is equal to omega square. K by m is equal to omega square. Okay, അത് ഓർത്ത് വെച്ചോണേ. K by m is equal to omega square. So therefore, what is the differential equation of SHM എന്ന് ചോദിച്ചാൽ d square x divided by dt square plus omega square x is equal to 0. So this is the required differential equation of the simple harmonic motion. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് വരുന്നത് x is equal to സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻസ് ആണ്. a cos of omega t plus or minus 5. ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് വരിക. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഇതേ നൊട്ടേഷൻ തന്നെ എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിച്ചു നോക്കിയാൽ നൊട്ടേഷൻ വൈസ് എക്സ് ഡബിൾ ഡോട്ട് ഇങ്ങനെ ഒരു, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് തന്നെയാണ് വായിക്കേണ്ടത് കേട്ടോ. പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് ഒരു നൊട്ടേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. അത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വേറെന്തോ ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇങ്ങനെയും നൊട്ടേഷൻ വരാറുണ്ട്. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ ബൈ, ഇവിടെ നമുക്കൊരു സംഭവം കിട്ടിയായിരുന്നു, എന്താ? കെ ബൈ എം ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ, അഥവാ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. ഫ്രം ദാറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. പ്രോബ്ലം ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് സ്പ്രിങ്ങിന്റെ കേസിലും വരുന്നുണ്ട്. ഓക്കെ, സ്പ്രിങ്ങിന്റെ എന്താണ് പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അന്നേരവും നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണേ. സോ നെക്സ്റ്റ് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫ്രം മീൻ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ആംപ്ലിറ്റ്യൂഡിന്റെ, അതായത് നമ്മൾ എ സൈൻ ഒമേഗ ടി, എ കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്.